ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് 6ാം ക്ലാസ്സിലെ സംസ്കൃതം 2ാമത്തെ ചാപ്റ്റർ ആപദി മിത്രം ജാനീയാത് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഒരു അനൗൺസ് ഉണ്ട്. നമ്മൾ നേരത്തെ ലേൺ വിത്ത് ദീപ എന്ന് പറഞ്ഞ ചാനലിലാണ് 6ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് സംസ്കൃതം ചാപ്റ്ററൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിന് മാത്രമായിട്ട് സ്പെഷ്യലായിട്ടൊരു പ്രത്യേകമായിട്ട് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇനി മുതൽ ഫസ്റ്റ് ചാപ്റ്റർ ലേൺ വിത്ത് ദീപയിലുണ്ട്. ഇനി മുതൽ സെക്കൻഡ് ചാപ്റ്റർ മുതൽ ഇനിയുള്ള 6ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിൻ്റെ വീഡിയോസും നമ്മൾ ഈ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ദ്വിതീയഃ പാഠഃ ആപദി മിത്രം ജാനീയാത്. ഓക്കെ, അപ്പോൾ 2ാമത്തെ പാഠം എന്താ പറഞ്ഞ ആപദി മിത്രം ജാനീയാത്, അതായത് ആപത്തില് മിത്രം എന്ന് വെച്ചാൽ സുഹൃത്ത്, മിത്രം കൂട്ടുകാരൻ. അപ്പോൾ ആപത്തിൽ ആണ് നമ്മൾ സുഹൃത്തിനെ ജാനീയ തിരിച്ചറിയണം. ഒരു ആപത്ത് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ സുഹൃത്ത് റിയൽ ഫ്രണ്ട് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആപത്ത് വരുമ്പോൾ നമ്മൾ സുഹൃത്തിനെ തിരിച്ചറിയും അല്ലെങ്കിൽ തിരിച്ചറിയണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അവിടെ നോക്കിക്കേ, ചിത്രസ്യ ആശയഃ കഹ വദതു. അപ്പോൾ അവിടെ ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടുത്തെ എന്താണ് കുറേ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിച്ചിരിക്കുവാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? പല വർണ്ണങ്ങളായിക്കോട്ടെ, കറുപ്പായിക്കോട്ടെ, വെളുപ്പായിക്കോട്ടെ, എന്താണ് ഇരുനിറം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മളെല്ലാവരും ഒന്ന് എന്ന് കാണിക്കുന്ന ഒരു യൂണിറ്റി കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പിക്ചറാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആശയം എന്തെന്ന് വധതു പറഞ്ഞാലും എന്നതാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ആശയം? അതായത് നമ്മൾ ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കളറ് ഒന്നും നോക്കിയല്ല, നമ്മളെന്താണ് നമ്മുടെ ആപത്തിൽ സഹായിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ആശയം തരുന്ന ഒരു ചിത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഓക്കെ, ഏകത്ര കിഞ്ചൻ മഹാരണ്യം ആസീത്. അപ്പോൾ ഏകത്ര ഒരിടത്ത് ഒരു വലിയ ആരണ്യം എന്ന് വെച്ചാൽ കാട്, ആസീത് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിടത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നു. തത്ര ഹരിണഹ കാകഹ ച വസതഹ. തത്ര അവിടെ ഹരിണഹ മാനും കാകഹ കാക്ക. അപ്പോൾ അവിടെ ഒരു മാനും കാക്കയും ച വസതഹ എന്താ ജീവിച്ചിരുന്നു. അവിടെ പിക്ചർ കണ്ടില്ലേ, ഒരു കാക്കയുണ്ട്, പിന്നെ ഒരു മാനുണ്ട്, അങ്ങ് ദൂരത്തായിട്ട് ആരാ ഒളിഞ്ഞു നോക്കുന്ന ഒരു കുറുക്കനെ കാണുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഇനി പറയും. ഓക്കെ, എന്താ തേ മിത്രേ ആസ്താം. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ ഒരു മാനും ഒരു കാക്കയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും എന്താണ് മിത്രേ ആസ്താം. അപ്പോൾ എന്താ അവർ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു. ഏകദാ കച്ചൻ ജംബൂകഹ തത്ര ആഗതവാൻ. അപ്പോൾ ഏകദ ഒരിക്കല് കച്ചൻ ജംബൂകഹ ഒരു കുറുക്കൻ തത്ര ആഗതവാൻ അവിടെ വന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പേജിൽ 19ാമത്തെ പേജിൽ എന്താണ് നമുക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ ഒരു ബബിൾ ചെയ്തിട്ട് ഒരു ബോക്സിങ്ങനെ ബബിൾ ചെയ്ത് ആ കുറുക്കൻ്റെ അടുത്തോട്ടും ആ മാനിന്റെ അടുത്തോട്ടും കാണിക്കുന്നുണ്ട്. അതായത് ആ ബബിൾ ചെയ്തിരിക്കുന്ന ആ ബോക്സിനകത്ത് ബബിൾ ചെയ്ത് കാണിക്കുന്ന അവർ ചിന്തിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കാം. അഹോ ഏകഹ മൃഗഹ ഏതസ്യ മാംസം കേനാഭി ഉപായേൻ ഭക്ഷ്യാമി. അപ്പൊ പറയാണ്, എന്താ ചിന്തിക്കുവാണേ അവിടെ. ആരാ? കുറുക്കൻ ചിന്തിക്കുക. അഹോ ഏകഹ മൃഗഹ, ആഹ ഒരു മാൻ. ഏതസ്യ മാംസം കേനാഭി ഉപായേൻ ഭക്ഷ്യാമി. ഏതസ്യ മാംസം ഇതിന്റെ മാംസം എങ്ങനെയെങ്കിലും ഉപായത്തോടെ എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ച് ഇതിന്റെ മാംസം ഭക്ഷിക്കട്ടെ. ഇതിന്റെ മാംസം ഞാൻ എങ്ങനെയെങ്കിലും ഭക്ഷിക്കട്ടെ എന്നാണ് അത് ചിന്തിക്കുന്നത്. ആര്? കുറുക്കൻ ചിന്തിക്കുക. ഓക്കെ, അപ്പോ അവിടെ മാൻ എന്താ ചിന്തിക്കുന്നത്? കഹ ഏഷഹ, ഇവൻ ആരാണ് എന്നിങ്ങനെ മാൻ ചിന്തിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി താഴെ എന്താണ്? അപ്പൊ കുറുക്കനാണെങ്കിൽ മാനിനോട് ചോദിക്കുക, മിത്ര കുശലം കിം. മിത്ര കൂട്ടുകാരാ, കുശലം കിം സുഖമാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോ മാൻ തിരിച്ച് കുറുക്കനോട് മറുപടി പറയുവാണ്, കുശലമേവ കോ ഭവാൻ. അപ്പൊ എന്താണ്? സുഖം തന്നെയാ, താങ്കൾ ആരാണ് എന്നിങ്ങനെ ആര് ചോദിക്കുന്നു? മാൻ തിരിച്ചു ചോദിക്കുന്നു. അപ്പൊ കുറുക്കൻ മാനിനോട് പറയാണ്, നിരാലംബോ അഹം തവ മൈത്രീയം ഇച്ഛാമി. അപ്പൊ നിരാലംബോ അഹം എന്ന് വെച്ചാൽ എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ല, എനിക്ക് ആരും കൂട്ടൊന്നുമില്ല. തവ മൈത്രീയം ഇച്ഛാമി, ഞാൻ നിന്നോട് മൈത്രീയം കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കുറുക്കൻ പറയുവാണ്. അപ്പൊ മാൻ പറഞ്ഞു, അസ്തു ശരി. അപ്പൊ മാൻ ഇങ്ങനെ കുറുക്കനോട് പറയാം, ശരി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആരാണ്? കാക്ക എത്തിയിട്ട് ചോദിക്കുക, ജംബൂക മുദ്ദിശ്യ എന്ന് വെച്ചാൽ ആ കുറുക്കനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാ, കഹ ഏഷഹ, ഇവൻ ആരാണ്? ഇതാരാണ്
എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ മാൻ എന്താണ് കാക്കയോട് മറുപടി പറയാ, ഏഷഹ ജംബുകഹ, ഇവൻ കുറുക്കനാണ്. അയം സൗഹൃദം ഇച്ഛതി, അപ്പോൾ ഇവൻ നമ്മളുമായിട്ട് സൗഹൃദം ആഗ്രഹിക്കുവാണ്, ഇച്ഛതി ആഗ്രഹിക്കുന്നു, നമ്മളോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുവാണ് എന്ന് പറഞ്ഞു. അപ്പൊ കാക്ക മാനിനോട് പറയാണ്, അസ്യ സ്വഭാവ കീദൃശഃ, ഇവന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? സ്വഭാവം അജ്ഞാത്വ മൈത്രീന കരണീയ, എന്നിട്ട് പറയാണ് സ്വഭാവം അജ്ഞാത്വ, സ്വഭാവം അറിയില്ലെങ്കിൽ മൈത്രീന കരണീയ, സ്വഭാവം അറിയാതെ എന്താണ് കൂട്ടുകെട്ട് ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിക്കരുത് എന്ന് കാക്ക ഇങ്ങനെ ഉപദേശിക്കുവാണ്. ആരെ? മാനിനെ ഉപദേശിക്കുന്നു. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? അടുത്ത് അന്യേറ്റുഹു, അപ്പൊ എന്താണ്? അടുത്ത ദിവസമായി. ഓക്കെ, അടുത്ത ദിവസമായി. അപ്പൊ ആരാണ്? അപ്പോൾ കുറുക്കൻ വന്ന് മാനിനോട് പറയാണ്, മിത്ര, കൂട്ടുകാരാ, വനസീമായ ഏകം വ്രീഹി ക്ഷേത്രമസ്തി, അപ്പോൾ അങ്ങ് ആ കാടിന്റെ അതിർത്തിയിൽ, സീമ എന്ന് വെച്ചാൽ അതിർത്തി, അപ്പോൾ കാടിന്റെ അതിർത്തിയിൽ ഏകം വ്രീഹി ക്ഷേത്രം അസ്തി, ഒരു എന്താണ് നെൽവയലുണ്ട്. തദ് ദർശയാമി, എന്നിട്ട് പറയാം ഞാനത് കാണിച്ചു തരാം എന്നിങ്ങനെ ആര്? കുറുക്കൻ മാനിനോട് പറയാണ്. അപ്പൊ മാൻ എന്താണ് കുറുക്കനോട്? സുഭിക്ഷം അന്നം ഖാദിതും ഇച്ഛാമി, അപ്പോൾ ധാരാളം ഞാൻ ഇങ്ങനെ കഴിക്കാനൊക്കെ, നല്ല സുഭിക്ഷമായിട്ട് ആഹാരം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗച്ഛാവഹ, നമുക്ക് പോകാം എന്നിങ്ങനെ ആര്? മാനും പറയുവാണ് കുറുക്കനോട്. അങ്ങനെ എന്ത് ചെയ്ത് അവർ പോകുന്ന പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ? ഹരിണഹ പ്രതിദിനം ക്ഷേത്രമാകത്യ വ്രീഹിം അഖാദത്, അപ്പൊ എന്താണ്? ഹരിണഹ, മാന്, പ്രതിദിനം, ദിവസവും, ക്ഷേത്രമാകത്യ, ആ വയലിൽ വന്നിട്ട് എന്താണ്? വ്രീഹിം അഖാദത് എന്ന് വെച്ചാൽ എന്താണ്? അഖാദത്, അപ്പൊ എന്താണ്? ആ വയലിൽ വന്നിട്ട് നെല്ല് എന്നും കഴിക്കുമായിരുന്നു. അപ്പം മാന് അവിടെ എന്നും പോയി നെല്ല് കഴിക്കും. ക്ഷേത്രപതിനാത്തം ഗ്രഹീതും തത്ര ജാലം നിക്ഷിപ്തം, അപ്പോൾ ക്ഷേത്രപതിന, അതായത് അതിന്റെ ആ വയലിന്റെ ഉടമസ്ഥൻ തം ഗ്രഹീതും, അത് ഗ്രഹിച്ചിട്ട്, അത് അറിഞ്ഞിട്ട് എന്താ? തത്ര ജാലം, അവിടെ ജാലം നിക്ഷിപ്തം, ജാലം എന്ന് വെച്ചാൽ എന്താണ്? വല വിരിച്ചു. ഇത് ആരാ എന്നും എൻ്റെ വയലിൽ വന്ന് കഴിച്ചിട്ട് പോകുന്നതെന്ന് അറിയാതെ വേണ്ടി, അതിനെ പിടികൂടാൻ വേണ്ടിയിട്ട് അവിടെ വല വിരിച്ചു. ഓക്കെ, ഹരിണഹ ജാലേ ബന്ധഹ, അങ്ങനെ എന്ത് ചെയ്തു? ഈ ഹരിണഹ, മാൻ, ആ വലയിൽ അങ്ങ് കുടുങ്ങിപ്പോയി. സഹായാർത്ഥം ജംബുകം ആഖ്വയത്, അപ്പൊ എന്താണ്? അപ്പോൾ അവൻ എന്താണ്? മാന് വലയിൽ കുടുങ്ങിപ്പോയി. അപ്പൊ സഹായാർത്ഥം, അപ്പൊ അവനെ എങ്ങനെയെങ്കിലും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ജംബുകം ആഖ്വയത്, അതെന്ന് വെച്ചാൽ എന്താണ്? ജംബൂകത്തിന്, അതായത് കുറുക്കനെ വിളിച്ചു. അപ്പൊ സഹായത്തിനായിട്ട് വിളിച്ചു, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്ന് പറഞ്ഞ് മാൻ വിളിക്കുവാണ്. രക്ഷമാം, അപ്പൊ എന്താണ്? എന്നെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കൂ എന്ന് മാൻ വിളിച്ചു. അപ്പോൾ കുറുക്കൻ പറയുവാണ്, ശ്വഹ ജാലച്ഛേദം കരിഷ്യാമി, അപ്പൊ എന്താണ്? ശ്വഹ, നാളെ ജാലച്ഛേദം, നാളെ ഞാൻ വല മുറിച്ച് തരാം. ഇന്ന് എനിക്ക് സമയമില്ല, നാളെ ഞാൻ വല മുറിച്ച് തരാമെന്ന് കുറുക്കൻ പറയുവാണ്. ആരോട്? മാനിനോട്. അപ്പോൾ അത് നല്ല സുഹൃത്താണോ? ആപത്തിന് സഹായിച്ചോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് വരുന്നുണ്ട്. ആര്? കാക്ക വരുന്നുണ്ട്. കാക്ക പറയാണ്, മിത്ര, കൂട്ടുകാരാ, ഭവാൻ മൃത ഈവ ശയനം കരോതു, അപ്പം എന്താ പറയണ? നീ ഒരു കാര്യം ചെയ്യ്, നീ മൃത എന്ന് വെച്ചാൽ മൃതശരീരം, മരിച്ചതുപോലെ എന്താ അങ്ങനെ കിടന്നുറങ്ങിക്കോളാം, അതായത് നീ മരിച്ചതുപോലെ കിടക്ക് എന്ന് പറഞ്ഞു. യഥാ അഹം ശബ്ദം കരോമി തഥാ ധാവതു, യഥാ എപ്പോഴാണോ അഹം ശബ്ദം കരോമി, ഞാൻ എപ്പോഴാണോ ശബ്ദം ഉണ്ടാക്കുന്നത്, തഥാ അപ്പോൾ ധാവതു, നീ ഓടിക്കോണം, അതായത് ഞാൻ ശബ്ദം ഉണ്ടാക്കുന്നത്, നീ ഇപ്പം മരിച്ച പോലെ കിടന്നോ, ഞാൻ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നീ ഓടിക്കോണം എന്ന് പറഞ്ഞു. ശരി എന്ന് ആര്? മാന് കാക്കയോട് പറയുന്നു. അപ്പോൾ അവിടെ ആര് വരുന്നു? നമ്മുടെ ഉടമസ്ഥൻ വരുവാണ്. ഉടമസ്ഥൻ വന്നിട്ട് ഇങ്ങനെ പറയാം, അയ്യോ ഏഷഹ ഹരിണഹ മൃതഹ ഖലു, ഈ മാൻ മരിച്ചു പോയല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ജാലം കർത്തയാമി, ഇനി ഞാൻ ഈ വല മാറ്റാം എന്ന് എന്താണ് ഈ കൃഷിക്കാരൻ ചിന്തിക്കുന്നു. അങ്ങനെ കർഷകൻ വല കട്ട് ചെയ്തതും കാക്ക വിളിച്ചു, കാ കാ കാന്ന്. അപ്പൊ ആ കാന്ന് കേട്ടതും ആരിറങ്ങി ഓടി? മാനോടി. മാന് രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പൊ അവസാനം ഒരു ഗുണപാഠം പോലെ തന്നിട്ടുണ്ട്. ആപതി മിത്രം ജാനീയാത്, എന്താണ് പറയുന്നത്? ആപത്തില് നമ്മള് യഥാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയണം. ആപത്തിലാണ് നമ്മൾ മിത്രത്തെ തിരിച്ചറിയേണ്ടത്. അപ്പോൾ നമുക്കൊരു അപകടം വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട് ആയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ അപകടത്തിൽ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഇവിടെ കാക്കയാണ് യഥാർത്ഥ മിത്രം, അല്ലാതെ കുറുക്കനാണോ? അല്ല. ഓക്കെ, അപ്പോൾ നമ്മളും കൂട്ടുകൂടുമ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കൾ, നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളോട് വേണം നമ്മളും കൂട്ടുകൂടാൻ എന്നൊരു ഗുണപാഠമാണ് ഈ കഥയിൽ പറയുന്നത്. ഓക്കെ.
അപ്പൊ കഥ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തെന്താണ്? പദച്ഛേദ, പദം ചെയ്താം. ഓക്കെ, എന്താണ് ഒന്നാമത്തെ വാക്ക്? ഏതാണ്? ജംബുകമുദ്ദിശ്യ. അപ്പൊ ജംബുകമുദ്ദിശ്യ എന്ന് പറഞ്ഞാൽ അവിടെ 2 വാക്കുകളുണ്ട്. ജംബുകം അധികം ഉദ്ദിശ്യ എന്ന് വെച്ചാൽ കുറുക്കനെ ഉദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ കുറുക്കനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്ന് പറയില്ലേ, അത്. വസുദൈവ അവിടെ 2 വാക്കുണ്ട്. വസുധ അധികം ഏവ. അപ്പൊ വസുദൈവ എന്ന് പറഞ്ഞാൽ ഭൂമി തന്നെ എന്നുള്ളൊരർത്ഥമാണ്. അടുത്ത് ശ്രുത്വേദത് എന്ന് വെച്ചാൽ ശ്രുത്വ പ്ലസ് ഏതത്. അപ്പൊ ശ്രുത്വ എന്ന് വെച്ചാൽ കേട്ടിട്ട്, അപ്പൊ ഏതത് ഇത് കേട്ടിട്ട് എന്നുള്ള അർത്ഥം. കേനാവി, കേന അധികം അഭി. ഓക്കെ, കേനാവി എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എന്നുള്ള അർത്ഥമാണ് അവിടെ പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വിഗ്രഹിച്ച് എഴുതാനാണ് വിഗ്രഹ. ഓക്കെ, പ്രതിദിനം എന്ന് വെച്ചാൽ ദിവസവും എന്നുള്ള, അതായത് ദിനം പ്രതി, അതായത് ഓരോ ദിവസം അല്ലെങ്കിൽ ദിവസവും എന്നുള്ള അർത്ഥം. വനസീമായാം എന്ന് വെച്ചാൽ വനസ്യ സീമ, വനസീമ. അപ്പോൾ കാടിന്റെ അതിരിനെയാണ് നമ്മൾ കാടിന്റെ അതിര് വനസീമ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ വനസീമായാം, അതായത് കാടിന്റെ അതിർത്തിയിൽ എന്നുള്ള അർത്ഥം തരുന്നത്. ഓക്കെ, ഇനി ക്ഷേത്രപതിന എന്ന് വെച്ചാൽ ക്ഷേത്രസ്യ പതിഹി തേന, അതായത് ഈ വയൽ ഇവിടെ വയലിന്റെ ഉടമസ്ഥൻ. അപ്പോൾ വയലിന്റെ ഉടമസ്ഥനാൽ അല്ലെങ്കിൽ അതായത് എന്താണ് കർഷകനാൽ എന്ന് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പഠന പ്രവർത്തനങ്ങളാണ്. പഠന പ്രവർത്തനാനി തന്നിട്ടുണ്ട്. എന്താണ്? പദാനി ഉച്ചൈഹ വദതു. അപ്പോൾ എന്താണ്? കുറേ പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് ഉറക്കെ പറയാനാണ് അവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്നെന്താണ്? പുഷ്പം എന്ന് വെച്ചാൽ പൂവ്. ഓക്കെ, അടുത്തേതാണ്? ഫലം എന്ന് വെച്ചാൽ പഴം. ഇവിടെ മാങ്ങാപ്പഴം. ഓക്കെ, അടുത്ത് ഛത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അംബ്രല്ല, കുടയാണ്. ഓക്കെ, ഇനി രക്തഫലം എന്ന് പറഞ്ഞാൽ ശരിക്കും തക്കാളിയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ രക്തഫലം. ഇനി കങ്കണം എന്താണ്? വള. യുതകം എന്ന് വെച്ചാൽ ഷർട്ട്. ഓക്കെ, കുപ്പായം അല്ലെങ്കിൽ ഷർട്ട്, അതാണ് യുതകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ്? ബിന്ദു യോജയിത്വ ചിത്രാണി പൂർത്തീകരുത്. അവിടെ ബിന്ദുക്കള് അവിടെ കുഞ്ഞു ഡോട്ട് തന്നിട്ടില്ലേ, അതൊക്കെ യോജിപ്പിച്ച് ആ ചിത്രം പൂർത്തിയാക്കാനാണ്. എന്നിട്ട് പറയുന്നത് തദനന്തരം അതിനുശേഷം ഭവതാം ഇഷ്ടതമം കഥാപാത്രം വർണ്ണേഹ ലേപയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം. അപ്പൊ ഇവിടെ ഈ കഥയിലെ 3 കഥാപാത്രങ്ങളാണ്. ആരാണ്? ഹരിണഹ, മാൻ തന്നിട്ടുണ്ട്. കാക്ക തന്നിട്ടുണ്ട്. പിന്നെ ജംബുകഹ, കുറുക്കൻ്റെയും തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ആ ഡോട്ട് കൊടുത്തിട്ട് ചിത്രം പൂർത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് കഥാപാത്രത്തെയാണോ ഇഷ്ടപ്പെട്ടത് അത് കളർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, മാനാണെങ്കിൽ മാനിന് കളർ ചെയ്യുക, കാക്കയാണെങ്കിൽ കാക്കയ്ക്ക്. ഇനി കുറുക്കനെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കുറുക്കന് കളർ ചെയ്യാം. കുറുക്കനെ സാധാരണ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണല്ലേ. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി എന്താ? ആപതി മിത്രം ഇത്യാശയം അധികൃത്യ ചർച്ചാം കരോതു. അപ്പോൾ ഇത് ക്ലാസ്സിൽ നിങ്ങൾ സ്കൂളിൽ ടീച്ചർ ചെയ്യിപ്പിക്കുന്നതാണ്. ക്ലാസ്സിൽ ചെയ്യാനാണ്, ചർച്ച ചെയ്യാനാണ് കേട്ടോ. ആപതി മിത്രം ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ എന്ന് പറയുന്നത്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറയില്ലേ. അപ്പോൾ ഈ ഒരു ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം? സൗഹൃദത്തിനെ കുറിച്ച് ഉൾപ്പെടുത്തണം, പിന്നെ ദയയെക്കുറിച്ച് പറയണം, സ്നേഹത്തെക്കുറിച്ച് പറയണം, പരോപകാരം, അങ്ങോട്ടും ഉപകാരം ചെയ്യുന്നത്, ഉത്തമ സുഹൃത്ത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഈ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി വേണം ചർച്ച ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെ പറയാം? നമുക്ക് ഈ കഥയിൽ എന്താണ്? മാൻ അപകടത്തിലായപ്പോൾ കുറുക്കൻ ചതിക്കുകയാണ് ഉണ്ടായത്. എന്നുള്ള കാക്ക എന്താണ്? പിന്നെ തന്ത്രബുദ്ധി ഉപയോഗിച്ച് മാനിനെ രക്ഷിച്ചു. അതൊക്കെ പറയാം, ചർച്ച ചെയ്യുമ്പോൾ പറയാം. അവിടെ യഥാർത്ഥ സുഹൃത്ത് ആരാണെന്ന് എടുത്ത് പറയാം. കാക്കയെ പോലെ സൗഹൃദം, ദയ, സ്നേഹം, പരോപകാരം എന്നീ ഗുണങ്ങളൊക്കെ ഉള്ളത് നല്ലതായിരിക്കും എന്നൊക്കെ പറയണം. പിന്നെ ഫേക്ക് ഫ്രണ്ട് ആരാണ്? അവിടെ കുറുക്കൻ, ജംബുകഹയാണ്. അപ്പോൾ അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം കൂടുകയും പിന്നെ അപകട സമയത്ത് ഇട്ടിട്ട് പോവുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ അതായത് നമുക്കൊരു വ്യക്തിയോട് സൗഹൃദം അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയോട് കൂട്ടുകൂടുന്നതിന് മുമ്പ് നമ്മൾ അവരുടെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കൂട്ടുകൂടാൻ. ആപത്തിൽ നിൽക്കുമ്പം നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഇതൊക്കെ ഈ പോയിന്റ്സ് ഒക്കെ വെച്ച് നിങ്ങൾ സംസ്കൃതത്തിൽ നിങ്ങളെ ടീച്ചർ ചർച്ച ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ കൂടെ ഉൾപ്പെടുത്തണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഉദാഹരണാനുസാരം പൂരേതു. അപ്പോൾ ഉദാഹരണത്തിനനുസരിച്ച് പൂരിപ്പിക്കാനാണ് പറയുന്നത്. അവിടെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പോൾ ഏകവചനം എന്ന് വെച്ചാൽ 1 അല്ലേ, ദ്വിവചനം എന്ന് പറഞ്ഞാൽ 2 വരുമ്പോൾ, ബഹുവചനം കുറേ വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണം തന്നിട്ടുണ്ട്. ഒരു പുസ്തകം 1 പുസ്തകം എന്ന് പറയും. 2 പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകേ എന്ന് പറയും. 2 കൂടുതലുണ്ടെങ്കിൽ കുറേ ഉണ്ടെങ്കിൽ പുസ്തകാനി, പുസ്തകങ്ങൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതുപോലെ ബാക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അടുത്തേതാണ് വൃന്ദാകം. അപ്പോൾ
വൃന്ദാഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? വഴുതനങ്ങ എന്നാണ് കേട്ടോ, വഴുതനങ്ങ. അപ്പോൾ ഒന്ന് വരുമ്പോൾ വൃന്ദാഗോ എന്ന് പറയും. ഇനി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ, 2 വഴുതനങ്ങകളാണെങ്കിൽ വൃന്ദാഗേ എന്ന് പറയും. അപ്പോൾ കുറേ ഉണ്ടെങ്കിൽ വൃന്ദാഗാനി, വഴുതനങ്ങകൾ. അപ്പോൾ നമുക്ക് നോക്കുക, ഒന്നാണെങ്കിൽ അമ്മിൽ അവസാനിക്കും അല്ലേ, രണ്ടാമത്തെ ആണെങ്കിൽ അതിൻ്റെ പുസ്തകം, അവിടുത്തെ പുസ്തകേ, അടുത്ത് പുസ്തകാനി. അപ്പോൾ വൃന്ദാഗം, വൃന്ദാഗേ, വൃന്ദാഗാനി. ഓക്കെ, അടുത്ത് അപ്പോൾ പർണം എന്ന് വെച്ചാൽ ഇല എന്നാണ്. അപ്പോൾ 2 പർണേ എന്നാവും. ഓക്കെ, അപ്പോൾ കുറേ ഇല ഉണ്ടെങ്കിൽ പർണാനി എന്ന് എഴുതാം. ഓക്കെ, അപ്പം നേരത്തെ ആ ഫോമാറ്റിന് അവസാനം ഒരു ആടയാളവും നീയും ചേർത്താൽ മതി. ഓക്കെ, ഇനി അടുത്തെന്താണ്? അടുത്ത് ഏകവചനം എഴുതാണ്ട് ദ്വിവചനം തന്നിട്ടുണ്ട്. പൻസേ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ 2 ചക്കകൾ എന്നാണ്. അപ്പോൾ ഒരു ചക്കയ്ക്ക് പൻസം. ഓക്കെ, അപ്പോൾ പൻസം, പൻസേ, പൻസാനി എന്നെഴുതാം. അപ്പം ഒരു ചക്ക, 2 ചക്കകൾ, ചക്കകൾ എന്ന്. ഓക്കെ, ഇനി ഏതാണ്? നമുക്ക് ബഹുവചനമാണ് എഴുതാണ്ട്. ഓക്കെ, ലോകയാനം, ലോകയാനേ, ലോകയാനാനി എന്നാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബസ്, ലോകയാനം എന്ന് വെച്ചാൽ ബസ് കേട്ടോ. അപ്പോൾ ലോകയാനി എന്ന് വെച്ചാൽ 2 ബസ്സുകൾ. അപ്പോൾ ബസ്സുകൾ എന്ന് പറഞ്ഞാൽ ലോകയാനാനി. അതിൻ്റെ ലോകയാന, ആ നായുടെ കൂടെ ഒരു ആടയാളവും നീയും കൂടെ ചേർത്താൽ മതി. ഓക്കെ, ലോകയാനാനി എന്നെഴുതണം. ഓക്കെ, ഇനി എന്താണ് അവിടെ തന്നിട്ടുള്ളത്? സമാനാശയുക്താനം കഥാനാം സമ്പുടം രചയിതു. അതായത് ഇതെന്ന് വെച്ചാൽ ഒരു ആൽബം തയ്യാറാക്കാനാണ് കേട്ടോ. അതായത് നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഒരു ഗുണപാഠ കഥ തന്നില്ലേ നമുക്ക്, ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണപാഠം നൽകുന്ന കഥകൾ ഇതുപോലെ കണ്ടെത്തി നിങ്ങളൊരു ആൽബം തയ്യാറാക്കാനാണ്, ഒരു ബുക്ക് പോലെ ആൽബത്തിൽ കഥകളൊക്കെ എഴുതാനാണ് പറയുന്നത്. അത് ജസ്റ്റ് നിങ്ങളുടെ ആക്ടിവിറ്റി, അത് പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ബുക്കുകൾ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. അപ്പോൾ അവിടെ പഞ്ചതന്ത്രം എന്ന് കൊടുത്തിട്ടുണ്ട്. പഞ്ചതന്ത്രം എന്ന് പറയുന്നത് വിഷ്ണു ശർമ്മ രചിച്ചയാണേ. അതായത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും കഥകളിലൂടെ ജീവിത മൂല്യങ്ങളും തന്ത്രങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രസിദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ പഞ്ചതന്ത്രം കഥകൾ എന്ന് പറഞ്ഞത്. ഇനി ഹിതോപദേശം എന്ന് വെച്ചാൽ അത് ആരാ രചിച്ചത്? നാരായണ പണ്ഡിതൻ രചിച്ചതാണ്. അതും ഒരു ഉപദേശപരമായിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ നൽകുന്ന മൃഗങ്ങളുടെ കഥകളുടെ ഒരു സമാഹാരമാണ്. ഇനി കഥാസരിത് സാഗരഹ, അതെന്ന് വെച്ചാൽ കഥാസരിത് സാഗരം എന്ന് പറഞ്ഞാലും അത് രചിച്ചത് സോമദേവനാണ്. അതിനകത്ത് ഒരുപാട് നാടോടി കഥകളും ഐതിഹ്യങ്ങളും ഉള്ള ഒരു വലിയ കഥാശേഖരമാണ്. ഇനി ജാതക കഥ എന്ന് പറഞ്ഞാൽ ജാതക കഥകൾ, അതായത് നമ്മുടെ ബുദ്ധന്റെ പൂർവ്വജന്മ കഥകളും അതിന്റെ ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ വിവരിക്കുന്ന കഥകളുടെ ഒരു കൂട്ടാണിത്. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾ ഇതുപോലുള്ള കഥകൾ കണ്ടെത്തി ഒരു പുസ്തകം, ഒരു ആൽബം പോലെ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ അസൈൻമെന്റ് ആയിട്ടോ വല്ലതും തരുമായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് പദാനാം അർത്ഥം ലിഖതു. ഓക്കെ, ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അതിന്റെ അർത്ഥം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? അരണ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാടിന് എന്താ പറയാം? വനം എന്ന് പറയാം, വിപിനം എന്ന് പറയാം. ഓക്കെ, അജ്ഞാത്വ എന്ന് വെച്ചാൽ എന്താണ്? അറിയാതെ എന്നാണ്. അജ്ഞാത്വ എന്ന് പറയുന്നതിന് നാജ്ഞാത്വ എന്ന് പറയാം, അല്ലെങ്കിൽ അവിദിത്വ എന്നും പറയാം. അറിയാതെ. അടുത്ത് കുഹരഹ എന്ന് വെച്ചാൽ എന്താണ്? കുഹരഹ എന്ന് വെച്ചാൽ മരപ്പൊത്ത്. എന്താണ്? കോടരഹ എന്ന് പറയാം, അല്ലെങ്കിൽ വൃക്ഷഗഹരം എന്നൊക്കെ പറയാം. ജഹുര എന്നൊക്കെ പറയാം. മൃഗഹ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മാനിനെ പറയുന്നതാണ്. ഓക്കെ, മാനിന് വേറെന്ത് പറയാം? മൃഗഹ, ഹരിണഹ എന്ന് പറയാം. ഓക്കെ, അപ്പൊ മൃഗഹ എന്ന് വെച്ചാൽ മാനാണ്. മാനിന് നമ്മൾ നേരത്തെ വേറൊരു വാക്ക് പഠിച്ചു, ഹരിണഹ. ഓക്കെ, ഇനി അടുത്ത ദേനുഹു എന്ന് പറഞ്ഞാൽ എന്താണ്? പശുവിനെയാണ് പറയുന്നത്. അപ്പൊ അതിന് ഗോഹോ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഇനി അടുത്ത അമരകോശ എന്ന് പറഞ്ഞാൽ പര്യായ പദങ്ങൾ, സമാന പദങ്ങൾ. ഓക്കെ, അപ്പോ ഒന്നാമത് എന്താ തന്നിട്ടുള്ളത്? അരണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അടവ്യരണ്യം, വിപിനം, ഗഹനം, കാനനം, വനം. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് കാടിന് പറയുന്ന വേറെ പേരുകളാണ്. അടവി എന്ന് പറയും, അരണ്യം എന്ന് പറയും, വിപിനം എന്ന് പറയും, ഗഹനം പറയും, കാനനം പറയും, വനം പറയും. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും എടുത്ത് മറ്റേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആ അർത്ഥം എഴുതാൻ പറഞ്ഞത്, ഇതിൽ നിന്ന് ഏതെങ്കിലും എഴുതിയാലും മതി. ഓക്കെ, അടുത്ത ഹരിണഹ എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗേ, കുരങ്ങ്, വാതായു, ഹരിണ, ജിനയോനയഹ എന്ന് പറഞ്ഞാൽ അവിടെ ഏതൊക്കെ വാക്കുകളാണ്? മൃഗഹ എന്ന് പറയും, പിന്നെ കുരങ്ങം എന്ന് പറയും, വാതായുഹു എന്ന് പറയും, ഹരിണഹ എന്നൊക്കെ പറയും മാനിന്. ഓക്കെ, ഇനി അടുത്തതാണ് ജംബുഗഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറുക്കൻ എന്താണ്? ശൃഗാളഹ പറയാം. അമരകോശ വരിയുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ വാക്കുകൾ പറയാം? ശൃഗാളഹ എന്ന് പറയാം. വഞ്ചകനെന്നും നമ്മൾ കുരങ്ങനെ എപ്പോഴും വഞ്ചകൻ എന്നാ പറയുന്നത്. ഓക്കെ, കുരങ്ങനല്ല, കുറുക്കനെ. ഓക്കെ, വഞ്ചകഹ, ക്രോഷ്ടുഹു, പിന്നെ ഫേരുഹു, ജംബുഗഹ എന്നൊക്കെ പറയും.
ഓക്കെ, ഇനി വന്നിട്ട് നമ്മുടെ സംസ്കൃതത്തിലെ എന്താണ് ക്രിയാപദങ്ങൾ, ധാതുരൂപാണി, ക്രിയാരൂപങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അസ് ഭുവി ധാതുഹു ലങ്, അതായത് പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. ലങ് എന്ന് പറയുമ്പോൾ ഭൂതകാലം, കഴിഞ്ഞ കാര്യം. ഇപ്പൊ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ആയിരുന്നു, അപ്പൊ അതിന്റെ പാസ്റ്റ് ഏതാണ്? ആയിരുന്നു, അങ്ങനെ ആയിരുന്നു, ഒരു കാട്ടിലൊരു കുറുക്കൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയില്ല. അപ്പൊ പാസ്റ്റ് ടെൻസിൽ പറയുന്നതാണ്. അപ്പൊ അസ് എന്ന ധാതുവിന്റെ ലങ് ലകാര പാസ്റ്റ് ടെൻസ് രൂപങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പ്രഥമ പുരുഷ, മധ്യമ പുരുഷ, പിന്നെന്താണ് ഉത്തമ പുരുഷനില് ഏകവചനവും ദ്വിവചനവും ബഹുവചനവും എങ്ങനെ വരുന്നു എന്നാണ്. അപ്പോൾ എന്താണ് ഏകവചനം? ആസീദ്, ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്യുവരാകുമ്പോൾ രണ്ടുപേരാകുമ്പം രണ്ടുപേരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആസ്താം. ഓക്കെ, ഇനി പലരുണ്ടായിരുന്നു, കുറെ പേരുണ്ടായിരുന്നെങ്കിൽ ആസൻ എന്ന് പറയും. ഇനി എന്താണ് അടുത്ത് മധ്യമ പുരുഷനില് എന്താണ്? നീ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ അത് ഏകവചനമല്ലേ, ഒരാള്. അപ്പൊ അതിന് നീ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ആസീഹി. ഓക്കെ, അടുത്ത് നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു എന്ന് പറയാൻ ആസ്തം. ഇനി നിങ്ങൾ ഉണ്ടായിരുന്നു, അപ്പൊ കുറെ പേരാണെങ്കിൽ ബഹുവചനത്തിലാകുമ്പോ ആസ്ത. ഓക്കെ, അടുത്ത് എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷ, അതായത് ഞാൻ എന്ന് പറഞ്ഞു, ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയാനാണെങ്കിൽ ആസം എന്ന് പറയും. ഇനി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു എന്ന് പറയാനാണെങ്കിൽ ആസ്വ. ഇനി എന്താ? ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാനാണെങ്കിൽ ആസ്മ എന്ന് ചേർക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നാമരൂപാണി. നാമരൂപങ്ങൾ എന്താണ്? അത് എന്താ? അകാരാന്തഹ നപുംസകലിംഗ വനശബ്ദ്. ഓക്കെ, അപ്പോൾ വനം, കാട് എന്ന് പറയുന്ന അകാരാന്ത നപുംസകലിംഗ ശബ്ദത്തിന്റെ വിഭക്തി രൂപങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പ്രഥമ, സംബോധന, ദ്വിതീയ, അങ്ങനെ തൃതീയ വിഭക്തി, അങ്ങനെ വിഭക്തികൾ പറയണം. അപ്പൊ അതിനകത്ത് ഏകവചനത്തിനും ദ്വിവചനത്തിനും എന്താണ് ബഹുവചനവും വരുമ്പോൾ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ആദ്യം പ്രഥമയില് എന്ന് പറയുമ്പോൾ പ്രഥമ വനം അല്ലെങ്കിൽ കാട് എന്നുള്ളതിന് എല്ലാത്തിനും എന്താണ്? വനം. അപ്പോൾ ഏകവചനമാണെങ്കിൽ വനം. പിന്നെ അത് കഴിഞ്ഞ് വനം, വനേ, വനാനി. ഓക്കെ, അടുത്ത് ഹേ വനമേ, സംബോധന. അപ്പോൾ വനത്തിന് സംബോധന ചെയ്യുന്നതാണെങ്കിൽ ഹേവൻ, അത് സിംഗുലർ ആകുമ്പോൾ ഹേവൻ. അടുത്ത് നിങ്ങൾ ആ ഓർഡർ ഓർത്താൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് സിംഗുലർ, അടുത്ത് രണ്ടുപേര് വരുമ്പോൾ അടുത്ത് ബഹുവചനം. അപ്പോൾ ഹേവൻ ഒരു കാർഡാണെങ്കിൽ ഹേവൻ, രണ്ട് കാർഡാണെങ്കിൽ ഹേവനേ, അടുത്ത് കുറെ ഉണ്ടെങ്കിൽ ഹേവനാനി. ഇനി അടുത്തെന്താണ്? വനത്തെ അല്ലെങ്കിൽ കാടിനെ എന്ന് പറയാനാണെങ്കിൽ എന്താ? ദ്വിതീയ വിഭക്തിയില് വനം, വനേ, വനാനി. ഓക്കെ, ഇനി അടുത്ത് വനത്താൽ അല്ലെങ്കിൽ കാട് കൊണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതേത് വിഭക്തി? തൃതീയ വിഭക്തിയിൽ എന്താ? വനേൻ, വനാഭ്യാം, വനേഹ എന്ന് പറയും. ഇനി വനത്തിനായി എന്നാണ് നമുക്ക് പറയേണ്ടത്, അല്ലെങ്കിൽ കാടിന് വേണ്ടി എന്നുള്ളതിന് നമ്മൾ ഏത് പറയും? ചതുർത്ഥി വിഭക്തിയിൽ പറയുമ്പോൾ വനായ, വനാഭ്യാം, വനേഭ്യഹ എന്ന് വരും. ഓക്കെ, ഇനി വനത്തിൽ നിന്ന് അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടെങ്കിൽ അതെന്താണ് ഉപയോഗിക്കുന്നത്? പഞ്ചമി വിഭക്തിയാണ്. അപ്പൊ അത് വനാത്, വനാഭ്യാം, വനേഭ്യഹ എന്ന് പറയും. ഓക്കെ, ഇനി വനത്തിന്റെ എന്ന് പറയും. വനത്തിന്റെ കൂടെ വനത്തിന്റെ അല്ലെങ്കിൽ കാടിന്റെ എന്ന് പറയാനാണെങ്കിൽ ഷഷ്ടിയാണ്. അത് അപ്പൊ ഒരു കാടിന്റെ എന്ന് പറയാനാണെങ്കിൽ വനസ്യ. ഇനി രണ്ട് കാടിന്റെ എന്ന് പറയുകയാണെങ്കിൽ വനയോഹ. കുറേ കാടുകളുടെ അല്ലെങ്കിൽ കാടുകളുടെ എന്നൊക്കെ പറയുമ്പോൾ വനാനാം എന്ന് പറയും. ഇനി അടുത്ത വനത്തിൽ, കാട്ടിൽ. അപ്പോൾ ഒരു കാട്ടിൽ എന്ന് പറയാനാണെങ്കിൽ എന്താണ്? വനേ. ഇനി രണ്ട് കാട്ടിൽ എന്ന് പറയുമ്പോൾ വനയോഹ. കുറേ കാട്ടിൽ എന്ന് പറയുമ്പോൾ വനേഷു എന്ന് പറയും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ വരുന്നത്. ഇനി അവിടെ കുറച്ച് നമ്മുടെ ശബ്ദകോശ തന്നിട്ടുണ്ട്. ഓക്കെ, ശബ്ദകോശ എന്താണ്? അതിനകത്ത് നമുക്ക് പദവും സംസ്കൃത പദവും മലയാള പദവും ഇംഗ്ലീഷും കന്നഡയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അഖാദത് എന്ന് വെച്ചാൽ അപക്ഷയ, തിന്നു. അജ്ഞാത്വ, അഭിജ്ഞായ, മനസ്സിലാകാതെ. അപ്പൊ അത് നിങ്ങൾ വായിച്ചു നോക്കിയത് അതിനകത്ത് തന്നിട്ടുണ്ട്, വേറൊന്നുമില്ല. പിന്നെ അധികദാഹ, അംശാഹ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നാണ്. പദങ്ങൾ ഉച്ചത്തിൽ പഠിച്ചോ, ചിത്രം പൂർത്തിയാക്കിയോ, നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അവസാനം ഒരു അനുബന്ധ തന്നിട്ടുണ്ട്. ഓക്കെ, അധിക വാചനാംശം, അധിക വായനയ്ക്ക് വേണ്ടി തന്നിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഒരു ശ്ലോകം കൊടുത്തിട്ടുണ്ട്. ആപത്സു മിത്രം ജാനീയാത്. അപ്പൊ എന്താണ്? ആപത്തിലാണ് നമ്മൾ യഥാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയേണ്ടത്. ഓക്കെ, അടുത്ത യുദ്ധേ ശൂരമൃണേ ശുചിം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ യുദ്ധത്തിലാണ് നമ്മൾ ഒരു ശൂരൻ, അതായത് ഒരു യോദ്ധാവിനെ, വീരനായ യോദ്ധാവിനെ നമ്മൾ തിരിച്ചറിയുന്നത് യുദ്ധത്തിലാണ്. അപ്പൊ നമ്മൾ ആപത്തിലാണ് യഥാർത്ഥ മിത്രത്തെ തിരിച്ചറിയുന്നത്. അപ്പൊ യുദ്ധത്തിലാണ് ശരിയായിട്ടുള്ള യോദ്ധാവിനെ തിരിച്ചറിയുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്? അത് ഭാര്യാം
ക്ഷീണേഷു വിത്തേഷു എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ എന്താ പറയുന്നത്? അപ്പോൾ ഭാര്യയുടെ അല്ലെങ്കിൽ നമുക്ക് പൈസയൊന്നും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഭാര്യയുടെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുന്നത്. അപ്പൊ നമുക്ക് ഒന്നുമില്ലായ്മയിൽ ഭർത്താവിന്റെ ഒന്നുമില്ലായ്മയിൽ കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥ ഭാര്യ, അല്ലാതെ വിട്ടിട്ട് പോകുന്നതല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ധനം അല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് ശരിക്കും ഭാര്യയുടെ സ്നേഹം നമ്മൾ മനസ്സിലാവുന്നത് എന്ന്. അടുത്തെന്താ പറയുന്നത്? വ്യസനേഷു ച ബാന്ധവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വ്യസനേഷു, അതായത് വിപത്ത്, കഷ്ടപ്പാടുകളിലാണ് നമ്മൾ എന്താണ് യഥാർത്ഥ ബാന്ധവാൻ, യഥാർത്ഥ ബന്ധുക്കളെ തിരിച്ചറിയുന്നത്. നമ്മുടെ ഒരു കഷ്ടസ്ഥിതി വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ബന്ധുക്കളെ തിരിച്ചറിയുന്നത് എന്നാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആപത്സു മിത്രം യുദ്ധേശൂരം, പിന്നെ അതിന്റെ ഇടയ്ക്കൊന്നും ചേർക്കാനുണ്ടായിരുന്നു. എന്താണ്? ശൂരമൃണേ ശുചിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അപ്പോൾ എന്താണ് കടബാധകൾ വരുമ്പോൾ, അതായത് കടം ഒക്കെ നമ്മൾ എടുത്തിട്ട് അത് തിരിച്ചു വീട്ടുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ശുദ്ധി, വിശ്വസ്തതയും വിശ്വാസ്യതയും. അതായത് നമ്മളൊരു കടം വാങ്ങിച്ച് ആ പൈസ തിരിച്ചടയ്ക്കണം, അല്ലാതെ ഇട്ടിട്ട് പോയ അയാള് നല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ? അല്ല. അപ്പോൾ അയാളുടെ കടം വാങ്ങിച്ച് അയാൾ തിരിച്ചടയ്ക്കുമ്പോഴാണ് അയാളുടെ വിശ്വസ്തതയും ശുദ്ധിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വരി അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്താണ്? യുദ്ധേശൂരം ഋണേ ശുചിം, അത് കൂടെ ഉണ്ട്. ഓക്കെ, പിന്നെ ക്ഷീണേഷു വിത്തേഷു ഭാര്യ, അത് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നേരത്തെ നമ്മൾ വായിച്ച കാര്യങ്ങളാണ്, എന്തൊക്കെയാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ കൊടുത്തിട്ടുള്ളത് വേറെന്താണ്? സൂര്യചന്ദ്രയോഹ മൈത്രി കീദൃശി ഭവതി ചർച്ചാം കരോതു. അപ്പൊ എന്താ പറയുന്നത്? അവിടെ ഒരു ചർച്ചയ്ക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ സ്കൂളിൽ ചർച്ച ചെയ്യാനാണ് പറയുന്നത്. സൂര്യചന്ദ്രയോഹ മൈത്രി കീദൃശി ഭവതി. അപ്പൊ എന്താണ്? സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ആ ഒരു സൗഹൃദം കീദൃശി ഭവതി, എങ്ങനെയുള്ളതാണ് എന്ന് ചർച്ച ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ആ ഒരു സുഹൃത്ത് ബന്ധത്തെ കുറിച്ച് പറയാൻ എന്താ? നമുക്ക് സൂര്യൻ പകല് വെളിച്ചവും ചൂടും തരുമ്പോൾ ചന്ദ്രൻ നമുക്ക് രാത്രിയിൽ ശാന്തമായിട്ടുള്ള വെളിച്ചം തരുന്നു. ഒരാൾ ഉദിക്കുമ്പോൾ മറ്റൊരാൾ അസ്തമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞങ്ങ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചർ ചർച്ച ചെയ്യിപ്പിക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ സംസ്കൃതം 2ാമത്തെ ചാപ്റ്റർ. അപ്പൊ കഥ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പഠന പ്രവർത്തനങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ